ഹൊസ്തുർഗ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നടന്ന വരലക്ഷ്മി വ്രതപൂജ കർക്കിടകത്തിലെയും വിശ്വാസത്തിലെയും വേറിട്ട കാഴ്ചയായി. ക്ഷേത്രത്തിലെ മഹിളാവേദിയാണ് തുടർച്ചയായ 16ാമത്തെ വർഷവും അപൂർവമായ ആരാധനയ്ക്കും ആഘോഷത്തിനും നേതൃത്വം നൽകിയത്. This news sponsored by Emmanuel Silks, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. സമ്പത്തിന്റെ ദേവതയായ ലക്ഷ്മിയെ ഐശ്വര്യലബ്ധിക്കായി പ്രീതിപ്പെടുത്തുന്നതിനു വേണ്ടി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സുമംഗലികളായ സ്ത്രീകൾ ആചരിക്കുന്ന ആരാധനയാണ് വരലക്ഷ്മി വ്രതം. കർക്കിടക മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ്, അതായത് ആടിമാസത്തിലെ പൗർണമിക്ക് മുമ്പുള്ള വെള്ളിയാഴ്ചയാണ് സാധാരണയായി വരലക്ഷ്മി വ്രതം ആചരിക്കാറുള്ളത്. ഈ ദിവസം വരലക്ഷ്മിയെ ആരാധിക്കുന്നതിലൂടെ മഹാലക്ഷ്മിയുടെ സമ്പത്തിന്റെ വിവിധ രൂപങ്ങളെ പ്രതിനിധീകരിക്കുന്ന 8 ഭാവങ്ങളായ അഷ്ടലക്ഷ്മിമാരെയും ആരാധിക്കുന്നതിന് തുല്യമാണെന്നാണ് വിശ്വാസം. ഇത് മുൻനിർത്തിയാണ് ഹൊസ്തുർഗ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ മുടങ്ങാതെ ഈ വർഷവും വരമഹാലക്ഷ്മി വ്രതപൂജ കൊണ്ടാടിയത്. ക്ഷേത്രം മഹിളാവേദിയാണ് തുടർച്ചയായ 16ാമത്തെ വർഷവും വിപുലമായ രീതിയിലുള്ള ഈ ആരാധനയ്ക്ക് നേതൃത്വം നൽകിയത്. ഞങ്ങൾ കുറേ കൊല്ലമായി ഈ പൂജ ചെയ്ത് വരുന്നുണ്ട്. കുറേ ഒരു 16ാമത്തെ കൊല്ലം ഇത്. ആകെ 10 ആളായിട്ട് തുടങ്ങിയത്. ഇപ്പോൾ ഏകദേശം ഒരു 1000 ആളായി. നല്ല രീതിയിൽ പൂജ പോകുന്നുണ്ട്. എല്ലാവർക്കും ഐശ്വര്യം കിട്ടിയത്, ആരോഗ്യം കിട്ടിയത് ഈ പൂജ കൊണ്ട് എല്ലാവർക്കും വിശ്വാസമുണ്ട് ഒരുപാട്. ആദ്യ വർഷം 10 പേരിൽ തുടങ്ങിയ വ്രതപൂജയാണ് ഇപ്പോൾ 1000-ലധികം ആളുകളുടെ പങ്കാളിത്തത്തിൽ എത്തിനിൽക്കുന്നത്. ക്ഷേത്രം മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും യജ്ഞാചാര്യൻ ഗണേഷ് ഭട്ടും ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. സവിശേഷമായ ആരാധനയിലും ആഘോഷത്തിലും സംബന്ധിക്കാനെത്തിയ മുഴുവൻ ആളുകൾക്കും അന്നദാനവും ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.